ഈ കഴിഞ്ഞ ആഴ്ച ടെക് ലോകത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു വാർത്തയായിരുന്നു ഒറക്കിൾ 30,000 എംപ്ലോയീസിനെ ഒരൊറ്റ ദിവസം കൊണ്ട് പിരിച്ചുവിട്ടു എന്നുള്ളത്. രാവിലെ ഓഫീസിലെത്തി 6 മണിക്ക് ഇമെയിൽ നോക്കിയപ്പോൾ കണ്ടത് ഓർഗനൈസേഷണൽ ചേഞ്ച് കാരണം 30,000 എംപ്ലോയീസിൻ്റെ ജോലി പോയി എന്നുള്ളതാണ്. അവിടെ നമ്പർ 30 ആണെങ്കിലും 30,000 കുടുംബങ്ങളുടെ ഇൻകമാണ് ഒറ്റ നിമിഷം കൊണ്ട് നിന്നത്. നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. നാളെ ഈ അവസ്ഥ നമുക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ്. കൃത്യമായി 6 മാസം നമുക്ക് ജീവിക്കാനുള്ള ക്യാഷ്, അത് നമ്മുടെ ഇതര എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സോളിഡായിട്ട്, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു ആർബിട്രാജ് ഫണ്ടിലോ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങാമെന്നുള്ളതാണ്. എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിഫ്റ്റി 50 കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് -2.10 ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 തൊട്ട് ഈ വർഷം മാർച്ച് 31 വരെയുള്ള ഡാറ്റ. സെൻസെക്സ് ആണെങ്കിലും സ്മാൾ ക്യാപ്പ് ആണെങ്കിലും എല്ലാ ഇക്വിറ്റി സെഗ്മെൻറ്റുകളും നെഗറ്റീവ് റിട്ടേൺ കൊടുത്തായിരുന്നു. പക്ഷെ അതേസമയം ഗോൾഡ് ആണെങ്കിൽ 60% റിട്ടേണും സിൽവർ ആണെങ്കിൽ 132% റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റിയിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് ആവട്ടെ, മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, ETF-കളാവട്ടെ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുത്തത് നെഗറ്റീവ് റിട്ടേൺ ആണ്. എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യാതെ നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഷോർട്ട് ടേമിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റ് കാണിച്ചു തന്നത്. നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെക്ടോറൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത്. മികച്ച റിട്ടേൺ കൊടുത്ത 2 സെക്ടറുകളും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കടന്നുപോയി. ഒന്നെന്ന് പറയുന്നത് PSUവിൻ്റെ ബാങ്ക് ഇൻഡെക്സ്, PSU ബാങ്ക് ബീസ്. അടുത്തത് മെറ്റൽ സെക്ടറുമാണ്. PSU ബാങ്ക് ഇൻഡെക്സ് 31.5% റിട്ടേൺ കൊടുത്തപ്പോൾ ഈ പറയുന്ന നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് കൊടുത്തത് 26.5%. ഇത് ഏത് സെക്ടറാണ് ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് സെക്ടറിൻ്റെ വാല്യുവേഷൻ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കി കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂമിംഗ് സെക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ മൊമെൻറ്റത്തിന് ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് മിസ്സാവുകയും ചെയ്യും. ഏറ്റവും ബൂമിംഗ് സെക്ടേഴ്സ് ആയിട്ട് ഒരു സമയത്ത് നിന്നിരുന്നായിരുന്നു നിഫ്റ്റിയുടെ FMCG സെക്ടറും, നിഫ്റ്റിയുടെ IT സെക്ടറും, നിഫ്റ്റിയുടെ റിയാലിറ്റി സെക്ടറും. എന്നാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചായിരുന്നു ഈ 3 സെക്ടേഴ്സും. നിഫ്റ്റി FMCG 28% നെഗറ്റീവ് റിട്ടേൺ കൊടുത്തു. അതേസമയത്ത് നിഫ്റ്റി IT ആവട്ടെ 31% റിട്ടേൺ. നിഫ്റ്റി റിയാലിറ്റി പറയും വേണ്ട 35% നെഗറ്റീവ് റിട്ടേൺ. നിങ്ങൾ അതിൻ്റെ പീക്ക് പോയിന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സെക്ടറിൽ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ലോസിലായിരിക്കും. IT വന്നിട്ടുള്ള ഫാളിന് മെയിൻ റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ആന്ത്രോപിക് AI-യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ US കമ്പനികളുടെ കടന്നുകയറ്റം കാരണം സർവീസ് ബേസ്ഡ് കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ കമ്പനികൾ പെർഫോം ചെയ്യുമോ എന്നുള്ള ആശങ്കയാണ് IT സെക്ടറുള്ള ഫാൾസിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് മേജറായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ നമ്മൾ വരുത്തേണ്ട തെറ്റുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകളായിരിക്കും സാധാരണഗതിയിൽ ഒരാൾ വരുത്തുന്നത്, അത് എങ്ങനെ ഈ വരും ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പോകാമെന്നുള്ളത് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സ് ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിങ്ങിൻ്റെ മൊമെൻറ്റത്തിനെ ചേസ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തിൽ ഗോൾഡ് കൊടുത്തത് 60% റിട്ടേൺ ആയിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി 2026 വരെ ഗോൾഡ് കൊടുത്തത് ഒരു വമ്പിച്ച റണ്ണറപ്പ് ആയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഗോൾഡിൻ്റെ ഒരു ഫാളാണ് നമ്മൾ കണ്ടത്. അതായത് കഴിഞ്ഞ 3-4 മാസമായിട്ട് ഗോൾഡ് കറക്റ്റ് ചെയ്തത് ഏകദേശം 16%, കൃത്യമായി പറഞ്ഞാൽ 15.93% കറക്ഷനാണ് ഗോൾഡിൽ വന്നത്. ഒട്ടും വ്യത്യാസമല്ലായിരുന്നു സിൽവറിൻ്റെ കേസും. ഇതേപോലെ സിൽവറും വളരെ വലിയൊരു 132% റണ്ണറപ്പ് കൊടുത്തതിന് ശേഷം ഇന്ന് സിൽവർ കറക്റ്റ് ചെയ്തിരിക്കുന്നത് 23.5%. അപ്പോൾ മൊമെൻറ്റം ചൂസ് ചെയ്ത് ജനുവരി ഡിസംബർ മാസങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ഇപ്പോഴും നിൽക്കുന്നത് ലോസിലാണെന്ന് ഓർക്കണം.
ഗോൾഡിലും സിൽവറിലുമാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ 2026 ജനുവരിയിൽ വന്നത്. ഇക്വിറ്റി മാർക്കറ്റിനേക്കാളും കൂടുതൽ ആളുകൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തത് ഗോൾഡിലും സിൽവറിലുമാണെന്ന് കാണാൻ പറ്റും. ഏകദേശം ഗോൾഡിൽ കഴിഞ്ഞ ജനുവരിയിൽ 24,000 കോടിക്ക് മുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ റെക്കോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന മാസം ജനുവരി ആണെന്ന് ചുരുക്കം. ജനുവരിയിലാണെന്ന് ഓർക്കണം ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ഗോൾഡിൽ നിൽക്കുന്നത്. ഒട്ടും വ്യത്യാസമല്ലായിരുന്നു സിൽവറിൻ്റെ കേസിലും 9,400 കോടിയിലധികം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ ജനുവരി 2026 കൊടുത്തത്. ഗോൾഡ് പോലെ തന്നെ സിൽവറും അതിൻ്റെ പീക്ക് വാല്യൂലായിരുന്നു ഈ കഴിഞ്ഞ ജനുവരിയിൽ നിന്നത്. ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ തുറന്നു കാണിക്കാം. കോണ്ട് സ്മാൾ ക്യാപ്പ് ഫണ്ട് ഒരു കാലത്ത് 2024 ഏറ്റവും ഫേവറേറ്റ് ഫണ്ടായിരുന്നു ഒരാളത്. ആ 2024 വരെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റിട്ടേൺ കൊടുത്ത സ്മാൾ ക്യാപ്പ് ഫണ്ടും കോണ്ട് സ്മാൾ ക്യാപ്പായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് കോണ്ട് സ്മാൾ ക്യാപ്പ് കൊടുത്തത് നെഗറ്റീവ് റിട്ടേൺ എന്നാണ് ഓർക്കണം. ഈ മൊമെൻറ്റം ചേസ് ചെയ്യുമ്പോഴുള്ള റീറ്റെയിലേഴ്സ് പെട്ടുപോകുന്ന ഒരു ട്രാപ്പിനുള്ള മറ്റൊരു ഉദാഹരണമാണ് ഈ കോണ്ടിൻ്റെ സ്മാൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഭാവി എന്താണ്? കഴിഞ്ഞ വർഷം കൊടുത്തതുപോലെ 60%, 132% ഒക്കെ റിട്ടേൺ ഈ വർഷം ഉണ്ടാകുമെന്ന് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട 2 സിഗ്നൽ ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ നിന്ന് വന്നു തുടങ്ങി. ആദ്യത്തെ സിഗ്നൽ എന്ന് പറയുന്നത് ടർക്കിഷ് ഗവൺമെൻറ് ഗോൾഡ് സെല്ല് ചെയ്തു തുടങ്ങി എന്നുള്ള വാർത്ത മിക്ക പത്രമാധ്യമങ്ങൾ വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുമാത്രമല്ല ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗോൾഡ് പർച്ചേസിൻ്റെ ലിമിറ്റ് കുറച്ചു, അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് സ്ലോ ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. അതായത് സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ ഗോൾഡിൽ അത്ര അട്രാക്റ്റഡ് അല്ല എന്നാണ് അർത്ഥം. തുർക്കിയിലെ സെൻട്രൽ ബാങ്ക് കുറച്ചത് 60 ടൺ ഗോൾഡാണെന്ന് നമ്മൾ ഓർക്കണം. അത് ഒരു ചെറിയ നമ്പർ അല്ല. ഇതേപോലെ മറ്റ് സെൻട്രൽ ബാങ്കുകളും സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിലാണെങ്കിലും സിൽവറിലാണെങ്കിലും ഫർദർ കറക്ഷൻസിനുള്ള പോസിബിലിറ്റി ഫിനാൻഷ്യൽ ഇയർ 2026-27 ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഡാറ്റ ഗോൾഡും സിൽവറും റെക്കോർഡ് കൊടുത്ത സമയത്ത് കഴിഞ്ഞ ഡിസംബർ 2025 ജനുവരി തുടക്ക സമയത്ത് ആംഫിയുടെ ഡാറ്റ പ്രകാരം SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് സ്റ്റോപ്പ് ചെയ്ത ആളുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 85%. ഇപ്പം മാർക്കറ്റ് ഇടിയുമ്പോൾ ആളുകൾ ഇപ്പോഴും പാനിക്കായിട്ട് SIPകൾ നിർത്തുന്നു എന്നുള്ളതിനുള്ള വളരെ വലിയൊരു എക്സാമ്പിളാണിത്. എനിക്ക് വന്ന ഒരു പേഴ്സണൽ മെസ്സേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനത് കൊടുത്തത്. വാട്സപ്പിൽ ആളെനിക്ക് വോയിസ് മെസ്സേജ് അയച്ച് ചോദിച്ചത്, മാർക്കറ്റ് ഇടിയുന്നു, പോർട്ട്ഫോളിയോ താഴേക്ക് പോണു, ഞാൻ SIP നിർത്തണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാനതിൽ കൊടുത്ത കൃത്യമായ റിപ്ലൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ആളൊരു പുതിയ ഇൻവെസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തത്, നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ എൻട്രി ചെയ്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ആഫ്റ്റർ കോവിഡിന് ശേഷമുള്ള ഒരു ബെസ്റ്റ് ടൈമിലാണ് നിങ്ങൾ മാർക്കറ്റിൽ എൻട്രി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ SIPയോ കൂട്ടുക എന്നുള്ളതിനുള്ള ഒരു ഉത്തരവ് ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തു. നമ്മുടെ പ്രീമിയം മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കഴിഞ്ഞ മാർച്ച് മാസം കൊടുത്തിരുന്നു. നമ്മുടെ മാർച്ച് മാസം നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് ഫാള് ചെയ്തത് ഏകദേശം 8 തൊട്ട് 11% വരെയാണ് ആ മാർച്ച് സീരീസ് എടുത്തു കഴിഞ്ഞത്. ഒരു വമ്പിച്ച ഫാളാണ് കണ്ടത്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ ഫാളും അത് തന്നെയായിരുന്നു. നമ്മുടെ പ്രീമിയം മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബാച്ച് ബൈ ബാച്ചായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത്. കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ മെമ്പേഴ്സിന് അതനുസരിച്ച് ഒരുപാട് പേരുണ്ടെങ്കിലും അതിൽ ഒരു 50% പേരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മാർക്കറ്റിൽ വലിയ ഡിപ്പ് വന്ന സമയത്തും എക്സ്ട്രാ ലംസം ചെയ്യാനും പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ചെയ്തവരുടെ എണ്ണം 10% താഴെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു. ഒരിക്കലും മൊമെൻറ്റത്തിനെ ചേസ് ചെയ്യരുത്. നമ്മൾ കൃത്യമായ ഡിസ്കൗണ്ടുകളുള്ള അല്ലെങ്കിൽ ഒരു വാല്യൂ എവിടെയാണോ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നത് അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മൊമെൻറ്റത്തിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നർത്ഥം. ഇനി ഇൻവെസ്റ്റേഴ്സ് വരുത്തുന്ന രണ്ടാമത്തെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് കൃത്യമായ അസറ്റ് അലോക്കേഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്.
ഞാൻ 2 ടേബിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ടേബിൾ ഡിസ്കസ് ചെയ്യാം. അതിൽ നിഫ്റ്റി 50ൽ മാത്രം 10 ലക്ഷം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2.10% നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. കൃത്യമായിട്ട് പറഞ്ഞാൽ 9,79,000 രൂപയെ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അവസാനിക്കുമ്പോൾ ആളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അതേസമയം ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ കൃത്യമായ അസറ്റ് അലോക്കേഷൻ ചെയ്ത ഒരു ഇൻവെസ്റ്റർ ആണെന്ന് ആലോചിക്കുക. 60% ഇക്വിറ്റിയിലും 20% ഗോൾഡിലും 20% നമ്മൾ വളരെ ബോറിംഗ് ആണെന്ന് കരുതുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഇന്ന് 11 ലക്ഷത്തിന് മുകളിലാണ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ബാഡ് പെർഫോമൻസ് നടത്തിയാലും കൃത്യമായ അസറ്റ് അലോക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പോസിറ്റീവ് റിട്ടേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളതാണ് ഈ അസറ്റ് അലോക്കേഷന്റെ ഇമ്പോർട്ടൻസ്. അസറ്റ് അലോക്കേഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത് ഇൻവെസ്റ്റേഴ്സ് വരുത്തുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അതായത് സെക്ടർ ഡൈവേഴ്സിഫിക്കേഷൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഏത് സെക്ടറിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു അറിവില്ലായ്മ. കൃത്യമായ ഒരു എക്സാമ്പിൾ സഹിതം പറയാം. IT ഇൻഡെക്സ് കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ വലിയൊരു റണ്ണറപ്പ് കൊടുത്തതായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ വളരെ സ്ട്രെച്ച്ഡ് ആയിരുന്നു. ഒരുപാട് പേര് IT സെക്ടറിലോട്ട് AI ബൂമിൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ഇന്ത്യയിലെ സർവീസ് ബേസ്ഡ് കമ്പനികൾക്ക് അതിൽ പ്രത്യേകിച്ച് റോളില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളും ന്യൂസുകളും സഹിതം IT ഇൻഡെക്സിൽ വന്നത് വളരെ വലിയൊരു ക്രാഷ് ആയിരുന്നു. അപ്പോൾ IT സെക്ടറിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ വളരെ പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ കൃത്യമായി ഏത് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് സെക്ടർ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാലാമതായി നമ്മൾ പഠിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ഫണ്ടിൻ്റെ ഇല്ലായ്മ. എന്താണ് ഓപ്പർച്യൂണിറ്റി ഫണ്ട്? മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. അത് ഒരിക്കലും നമ്മുടെ എമർജൻസി ഫണ്ട് ആകരുത്. നമ്മുടെ കയ്യിൽ റിസർവ്ഡ് ക്യാഷ് ഉണ്ടായിരിക്കണം. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ 5% തൊട്ട് 10% വരെ റിസർവ്ഡ് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റികൾ ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ പറഞ്ഞത് നിഫ്റ്റി 11%-ലധികമാണ് ഫാള് ചെയ്തത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാന കാലഘട്ടത്തിൽ. ഈ സമയത്ത് നമ്മുടെ കയ്യിലൊരു ഓപ്പർച്യൂണിറ്റി ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം മാർച്ച് അവസാന സമയത്ത് ലാസ്റ്റ് വീക്കിലായിരുന്നു ഫാൾ ഉണ്ടാകുന്നത്. മിക്ക ആളുകൾക്കും സാലറി എല്ലാം കിട്ടി അതെല്ലാം തീർന്നു പോയ ഒരു സമയമായിരിക്കും മാർച്ചിൻ്റെ അവസാന ഭാഗം. കാരണം മന്തിൻ്റെ തുടക്കത്തിലാണല്ലോ സാലറി കിട്ടുന്നത്. അപ്പോൾ കയ്യിലാണ് ഈ ക്യാഷ് ഉണ്ടാവില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് വളരെ ഒരു ബാഡ് സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഫണ്ട് ഉണ്ടെങ്കിൽ അതിനെ സ്മോൾ ആൻഡ് സ്റ്റാഗേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഓപ്പർച്യൂണിറ്റി ഫണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ല ആർബിട്രാജ് ഫണ്ടുകളോ അല്ലെങ്കിൽ ലിക്വിഡ് ETFകളോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളോ അതും അല്ലെങ്കിൽ ബോണ്ടുകളോ കുറിച്ചോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോണ്ടുകളെ കുറിച്ച് ഞാൻ ചാനലിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻസിലും ചേർത്ത് വെക്കാം. ഓപ്പർച്യൂണിറ്റി ഫണ്ട് വഴി അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ SIP ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ SIP കൂട്ടുക എന്നുള്ളത്. പൊതുവെ റിവേഴ്സ് ലോജിക്കാണ് ആളുകൾ ചെയ്യാറുള്ളത്. അതായത് മാർക്കറ്റ് ഫാൾ ചെയ്യുമ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യുവാനും അല്ലെങ്കിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റ് കുറക്കാനുമാണ് നോക്കുന്നത്. ഈ ഒരു മിസ്റ്റേക്സ് വരും ഫിനാൻഷ്യൽ ഇയറിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അതായത് SIP സ്റ്റോപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു എമർജൻസി ഫണ്ട് വേണമെന്നുള്ള കേസ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായ ഒരു ടേം ഇൻഷുറൻസും ഒരു മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടായിരിക്കുക എന്നുള്ളത്. മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റോ നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡോ സിൽവറോ വിറ്റ് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ നല്ല ഒരു കവറേജ് ഉള്ള നല്ല ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കുക. അത് ഏതാണോ നിങ്ങൾക്ക് സൂട്ടാകുന്നത് അത് നിങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പില്ലേഴ്സും മറക്കാതിരിക്കുക. എമർജൻസി ഫണ്ട്, ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. എന്നിട്ട് കിക്ക് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. ആവശ്യമായ എല്ലാ ലിങ്കുകളും, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക്, മ്യൂച്വൽ ഫണ്ടിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക്, യൂട്യൂബിൻ്റെ പ്രീമിയം മെമ്പർ കമ്മ്യൂണിറ്റി, വാട്സപ്പ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ലിങ്കുകളും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ടിന് ആവശ്യമായ വാട്സപ്പ് കോൺടാക്റ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. മറക്കരുത്, ഫിനാൻഷ്യൽ ഇയർ 2027 ഈ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി നല്ലൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് വളരെ ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.